UP വിഭാഗം പ്രസംഗ മത്സരം ആരംഭിക്കുന്നു. മത്സരിക്കുന്ന ചെസ് നമ്പേഴ്സ് K282, K284. ബഹുമാന്യരെ, നമസ്കാരം. നിങ്ങൾ എല്ലാവരും വായിക്കുന്നവരായിരിക്കുമല്ലോ. ആയിരിക്കും. വായന പലതരത്തിലുണ്ട്. കുട്ടികളായ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വായന നല്ലത് തന്നെയാവണം. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വായനയിൽ നിന്നും വളരെയധികം പിന്നോട്ട് പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് മറ്റൊന്നും കൊണ്ടല്ല, സോഷ്യൽ മീഡിയ തന്നെയാണ് അതിൻ്റെ പ്രധാന വില്ലൻ. നല്ല വായനയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോയാലോ? നമ്മൾ കഥകൾ വായിക്കുമ്പോഴും പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഒക്കെ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കും. പക്ഷേ ഈ ഫേസ്ബുക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറുകയും ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുകയും ചെയ്യുന്നതിനാൽ അതിന് ഒരു പൂർണ്ണത വരില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇനി എവിടുന്ന് വായിക്കണം, ഇനി എന്ത് വായിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്ത് തന്നെയാണ് നല്ലൊരു വായന ഉടലെടുക്കുന്നത്. നമ്മൾ കാണുമ്പോൾ അതിന് ഒരു തല മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ നമ്മളത് വായിക്കുമ്പോൾ പല ആളുകൾക്കും അത് പല കാഴ്ചകളായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ ആഹാരം കഴിക്കുന്നത് ശരീരത്തിന് വേണ്ടിയും വായിക്കുന്നത് തലച്ചോറിനു വേണ്ടിയും തന്നെയാണ്. ബുദ്ധി വികാസത്തിനും ടെൻഷൻ ഒഴിവാക്കാനും അറിവ് വർദ്ധിക്കുന്നതിനും വായനയുടെ ആവശ്യകതയുണ്ട്. ഈ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് കേൾക്കൂ. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വായനയുടെ ആവശ്യകത മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നു തൊട്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വായനയെ ഒരു പ്രധാന ഭാഗമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നന്ദി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വായനാശീലവും ഗ്രന്ഥശാലയും തമ്മിലുള്ള മഹനീയമായ ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു നാടിന്റെ മനസ്സിലെ ഇരുട്ട് മാറ്റാൻ ഒരു വായനശാലയ്ക്ക് മാത്രമേ കഴിയുമെന്ന ബോധത്തോടെ പ്രവർത്തിച്ചവരെയും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെയും ഓർമ്മിക്കുവാൻ ഞാൻ ഈ വേദി വിനിയോഗിക്കുന്നു. ഒരു നല്ല ഗ്രന്ഥശാല സർവകലാശാലയ്ക്ക് തുല്യമാണെന്ന് അഭിപ്രായപ്പെട്ട കാർലൈന്റെ വാക്കുകൾ അങ്ങനെ പറയാതെ പോകവയ്യ. ഒരു നല്ല ഗ്രന്ഥശാല എന്ന വാക്കിന്റെ ആശയം വളരെ വിശാലമാണ്. ഒരു നല്ല ഗ്രന്ഥശാല എന്ന വാക്കിന്റെ അർത്ഥം ഗ്രന്ഥങ്ങൾ ഇരിക്കുന്ന സ്ഥലം എന്നേ ഉള്ളൂ. പക്ഷേ അത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന അനുഭൂതി, അതാണ് ഗ്രന്ഥശാലയുടെ മഹത്വം. സാംസ്കാരിക മുന്നേറ്റം ഒരു നാടിന് ലഭിക്കണമെങ്കിൽ അവിടെ ഒരു ഗ്രന്ഥശാല ഉണ്ടാകണം. നാടിന്റെ അമരത്ത് കർമ്മപദ്ധതിയുമായി ഗ്രന്ഥശാല നിൽക്കുമ്പോഴാണ് നാട് ഉണരുന്നതും പുരോഗതിയിലേക്ക് നീങ്ങുന്നതും. ചിന്തിക്കാത്തവന് ലോകത്തെ മാറ്റാൻ കഴിയില്ല. പ്രസംഗം ഒരു കലയാണ്. മനുഷ്യനെ പരിവർത്തിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പിടിച്ചിരുത്താനും കഴിയുന്ന ഒരു കല. അതിലേറെ ആഴമുള്ളതും ദൃഢവുമാണ് വായന മനുഷ്യനിൽ വളർത്തുന്ന വിപ്ലവം. ഗ്രന്ഥശാലയുടെ മഹത്വവും മാനവീകരണവും മറ്റൊരു പ്രധാന വിഷയമാണ്. നമുക്ക് ഗ്രന്ഥപാരായണത്തെക്കുറിച്ചും വായനയെക്കുറിച്ചുമാണ് പറയേണ്ടത്. വായന മനസ്സിന്റെ ഭക്ഷണമാണ്. മനസ്സിന്റെ വിശപ്പ് ശാരീരിക പോഷണങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ചിന്തയാണ് മനസ്സിന്റെ പോഷണം. ഒരു നല്ല സമൂഹം വളരാൻ വളമായി വായന വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വായനയെ നിലനിർത്തുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മുടെ ഗ്രന്ഥശാല ഒരു കെടാവിളക്കായി പ്രക്ഷോഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.